ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കട്ട തൈര് കിട്ടാൻ വേണ്ടി നമുക്ക് ഉറൊഴിക്കാൻ തൈരില്ലെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇളം ചൂടുള്ള പാലെടുക്കുക. അതിലേക്ക് ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ഈ മുകൾ ഭാഗത്തെ നട്ടുണ്ടല്ലോ, അത് ഇതുപോലെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒടിച്ചിട്ടെടുക്കാം. ഒരു 6-7 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കൈ മുക്കുമ്പോൾ ഒരു ചെറിയ ചൂട് നമ്മുടെ കൈക്ക് അനുഭവപ്പെടണം. ആ ഒരു ടൈപ്പിൽ വേണം കേട്ടോ നമുക്ക് പാലെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ ഇത് ചെയ്ത് കൊടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. രാത്രി ഇതുപോലെ വെച്ച് ഒന്ന് മൂടി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതുപോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഈ പാല് ഇരിക്കുക. ഇനി ഇതിൽ നിന്നും നമ്മുടെ ഈ വറ്റൽ മുളകിൻ്റെ നെട്ടൊക്കെ നമുക്ക് തോന്നുന്നു മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലായി നിൽക്കുന്ന ഈ പാലിൻ്റെ പാട പോലത്തെ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട തൈരിനി ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തെ കട്ടിയുള്ള പാലിൻ്റെ ഈ ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെള്ളമൊന്നുമില്ലാതെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഇതാ ഒരു 2-3 ടീസ്പൂൺ ഇതുപോലെ മുകൾ ഭാഗത്തെ ഈ പാലിൻ്റെ കട്ടിയുള്ള ഭാഗം ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉറൊഴിക്കാനുള്ള പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പാലും കുറച്ചൊന്ന് ഒരു ഇളം ചൂടിൽ തന്നെ എടുക്കണേ. ഇനി ഇതൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 5-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലോണം നമുക്ക് തൈര് സെറ്റായി കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കട്ട തൈരായിട്ട് നമുക്ക് കിട്ടുക. ഇനി ഉറൊഴിക്കാൻ കട്ട തൈര് കിട്ടിയില്ലെങ്കിലും ഇതുപോലെ വറ്റൽ മുളകിൻ്റെ ഈ നെട്ട് ഉപയോഗിച്ച് നമുക്ക് നല്ല അടിപൊളി തൈര് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അധികം പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് കുറച്ച് നേരം കൂടി പുറത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല പുളിയുള്ള തൈരായിട്ട് വരും. ഇനി നമുക്ക് അത്യാവശ്യത്തിനുള്ള പുളി ആയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. വളരെ സിമ്പിളായി തന്നെ നമ്മൾ കട്ട തൈര് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ ഇതുപോലെ കാലിയായ പേസ്റ്റ് കവറൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. നമ്മുടെ വീട്ടിലെ കുറേ അധികം ക്ലീനിങ് സൊല്യൂഷന് ഈ വെള്ളം മാത്രം മതി കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ നാളികേരം ചിരകൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ അറ്റത്തായിട്ട് നമുക്കിതുപോലെ പേസ്റ്റ് കവർ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആയാലും നമ്മളുടെ ആയാലും കൈയൊന്നും മുറിയാതിരിക്കും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതും മാത്രമല്ല ഇതുപോലെ പല്ലി, പാറ്റ ഇതൊന്നും നമ്മുടെ ഈ ചരനാക്കുമ്പോൾ തൊടില്ല കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ കത്തികളായാലും വലിയ കത്തികളായാലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ കത്തിയെടുക്കുന്നത് നമുക്ക് ഇതുകൊണ്ടൊക്കെ തടയാൻ പറ്റും. ഇനി ഇതുപോലെ 2 കത്തി ഇതുപോലെ വെച്ച് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റി വെച്ച് കൊടുക്കുകയാണെങ്കിൽ സേഫായി തന്നെ നമ്മുടെ കത്തിരിക്കും കേട്ടോ. ഇനി നമ്മൾ ഈ പേസ്റ്റിൻ്റെ കവർ കഴുകിയ വെള്ളമുണ്ടല്ലോ, അപ്പോൾ അത് നമുക്കൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ പുറത്ത് പോവാതെ നമുക്ക് ഒഴിച്ചു കൊടുത്താലോ ഈ പേസ്റ്റിൻ്റെ നമ്മുടെ മൂടിയുള്ള ഭാഗം വെച്ച് തന്നെ നമുക്കൊരു ഫണൽ പോലെ ഇത് ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഇതുപോലുള്ള വെള്ളം എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടും തന്നെ പുറത്ത് പോവാതെ നല്ല സേഫായി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ഇതുപോലെ ഒരെണ്ണം നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അടുത്തതായി നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നത് ഇതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് ഇതുപോലെ ഈ പേസ്റ്റിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കഴുകുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുമായിരിക്കും. ബാഡ് സ്മെല്ല് ആ കുപ്പിയിലത്തൊക്കെ പോകും കേട്ടോ. അതുപോലെ വാട്ടർ ബോട്ടിലൊക്കെ നല്ലോണം ക്ലീൻ ആവും കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം വെച്ച് തന്നെ ഈ വാട്ടർ ബോട്ടിലൊക്കെ മുകൾ ഭാഗമൊക്കെ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ക്ലീൻ ആവും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള വെള്ളി ആഭരണങ്ങൾ ഉണ്ടാവുമല്ലോ, പാദസരം, അതുപോലെ തന്നെ വെള്ളി മാല, മോതിരം, അതൊക്കെ നമുക്ക് ഈ പേസ്റ്റിൻ്റെ വെള്ളത്തിൽ വെച്ച് നന്നായി തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നന്നായി തന്നെ അഴുക്കൊക്കെ പോയി നല്ലൊരു കളറായിരിക്കും കേട്ടോ നമ്മുടെ വെള്ളി ആഭരണങ്ങൾക്ക് ഉണ്ടാവുക. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായി നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കണ്ണാടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ വെള്ളം കൊണ്ട് അടിപൊളിയായി തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. കണ്ണാടൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ വെള്ളം കൊണ്ട്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചില്ലിൻ്റെ ഒക്കെ മേശ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഈ വെള്ളം മാത്രം മതി കേട്ടോ. കുറച്ച് മാത്രം ഇതുപോലെ ഒരു കോട്ടൺ തുണി എടുത്ത് മുക്കി നമുക്കിതുപോലെ തുടച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ വീടിൻ്റെ ഷോക്കേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ ഈ വെള്ളം തന്നെ വെച്ച് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. വളരെയധികം ഷൈനിങ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ബാഗ് ഉണ്ടാവുമല്ലോ, അപ്പം അതിൻ്റെ മുകളിലായി കുറച്ച് പൊടിയും അഴുക്കൊക്കെ ഉണ്ടാകും. ഈ വെള്ളം കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. ബാഗൊക്കെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. പൊടിയൊക്കെ പോയി അതിൻ്റെ പഴയ കളറ് നമുക്ക് കിട്ടും കേട്ടോ. ഇതുപോലെ സ്കൂൾ ബാഗും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി ഇതുപോലെ സൂചി നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ചില സമയത്ത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നോക്കിയാൽ ചില സമയത്ത് കാണില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ടാത്ത ഒരു വളയുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായി നമുക്കിതുപോലെ സൂചികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് കാണുന്ന ഭാഗത്ത് ഇതുപോലെ കൊളുത്തിയിടുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. പാവാട, ബ്ലൗസ് അല്ലെങ്കിൽ പാൻറ്റ്, ഷർട്ട് ഇതൊക്കെ ഒരുമിച്ച് വെക്കാറില്ലേ, അപ്പോൾ അത് ചില സമയത്ത് ഇങ്ങനെ അഴിഞ്ഞ് പോവാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒരു സൂചി വെച്ച് നമുക്കിതൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇത് രണ്ടും വെവ്വേറെ തിരിച്ച് പോവാതെ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാനും പറ്റും. അടുത്തതായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇതുപോലൊക്കെ ഷോക്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ ചില സമയത്ത് കഴുകിയിടുന്ന സമയത്ത് ചിലപ്പോൾ അത് പെട്ടെന്ന് താഴേക്ക് വീണ് പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഹാങ്കർ എടുത്ത് ഓരോ ഷോക്സിലും നമുക്ക് ഇതുപോലെ ഒന്ന് പിന്നു കുത്തി കൊടുക്കാം. ഇപ്പോൾ 2 ഷോക്സാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ ഇതാ ഇങ്ങനെ ഓരോന്ന് ഇതുപോലെ നമുക്ക് കഴുകിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ സ്പേസും പോവുകയില്ല, കാറ്റത്ത് പറന്നും പോകുകയില്ല. സിമ്പിളായി തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഇന്ന് കാണിച്ച ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.